രാജ്യത്തിന്റെ ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ ഗ്രാമീണ ജീവിതത്തെ സാരമായിട്ട് സഹായിച്ച, പട്ടിണി അകറ്റാൻ സഹായിച്ചൊരു ബൃഹത്തായ പദ്ധതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം. രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുള്ള മഹാത്മജി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതി സോണിയാഗാന്ധി ചെയർപേഴ്സണായിരുന്ന UPA-യുടെ ഭരണകാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗവൺമെന്റാണ് ആ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കിയത്. അന്ന് അതിനെ എതിർത്ത ആളുകൾ ഇന്ന് രാജ്യം ഭരിക്കുകയാണ്. അവരാ പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ, ആ കുട്ടി കോൺഗ്രസിന്റെ കുട്ടിയാണെന്നല്ല എല്ലാവർക്കും അറിയാം, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ പദ്ധതിയുടെ പേര് രാഷ്ട്രപിതാവിന്റെ പേരായിരുന്നുവെങ്കിൽ രാഷ്ട്രപിതാവിന്റെ നാമധേയം അതിൽ നിന്ന് വെട്ടിമാറ്റാൻ BJP തെറ്റായൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ അതിന്റെ പദ്ധതിയുടെ നല്ല വശങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം, സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി എന്തൊക്കെയെന്ന് സെലക്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം, അതെല്ലാം കവർന്നെടുത്ത് അത് ഇല്ലായ്മ ചെയ്യുന്ന തെറ്റായ നടപടിയാണ്. അതിന് പാർലമെന്റിൽ പ്രതിപക്ഷം കോൺഗ്രസ്, രാഹുൽജിയും നേതാക്കന്മാരും എല്ലാം ശക്തമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. നിരവധിയായ സമരങ്ങൾ നടന്നു. ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ രാജ്ഭവനിലേക്ക് സമരം നടത്തി, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സമരങ്ങൾ നടത്തി. ആ സമരം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് 13, 14 തീയതികളിൽ AG's ഓഫീസിന്റെ മുൻപിൽ KPCCയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടക്കുകയാണ്. ഈ മാസം 13, 14 തീയതികളിൽ രാത്രിയും പകലും സമരം നടക്കുകയാണ് AG's ഓഫീസ്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷന്റെ ആവേശകരമായ വിജയത്തിന്റെയും ജനപിന്തുണയുടെയും പശ്ചാത്തലത്തിൽ ജയിച്ചു വന്ന മുഴുവൻ മെമ്പർമാരെയും മത്സരിച്ച സ്ഥാനാർത്ഥികളെയും, ചിലരൊക്കെ നിസ്സാര വോട്ടുകൾക്കാണ്, 2 വോട്ടിന് തോറ്റവരുണ്ട്. ഈ വാർഡിന്റെ അശാസ്ത്രീയത മാത്രമാണ്. AG's ഓഫീസ്, സെക്രട്ടേറിയറ്റ് ഇപ്പുറത്ത് കേന്ദ്ര ഓഫീസാണല്ലോ AG's ഓഫീസ്, അക്കൌണ്ടന്റ് ജനറൽ. അപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ച എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ഒരു മഹാപഞ്ചായത്ത് എറണാകുളത്ത് നടത്തുകയാണ് ജനുവരി 19. ആ മഹാപഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഈ മാസം 19-ാം തീയതി.